നയന ക്രിയേഷൻസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് 4 മണി ചായക്ക് വടയാണ് ഉണ്ടാക്കിയത്. അതിനുവേണ്ടി 150 ml കൊള്ളണ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് നിറച്ച് ചക്കക്കുരു എടുത്ത് കുക്കറിൽ ചക്കക്കുരു മൂടി നിൽക്കണ പോലെ വെള്ളമൊഴിച്ച് നന്നായി വേവിച്ചെടുത്തു. ഇത് നന്നായി ഉടച്ചെടുക്കണം. 1-2 ചെറിയ കഷ്ണങ്ങൾ കടന്നാലും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ഉണ്ടാക്കിയ ചക്കക്കുരു ഇഷ്ടമില്ലാത്തവർക്കും ഇത് ഇഷ്ടപ്പെടും. ഒരു സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, മീഡിയം സൈസ് സവാള. പിന്നെ 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. പേസ്റ്റിന് പകരം അരിഞ്ഞിട്ടാലും മതി. പിന്നെ 2 നുള്ള് അയമോദകം, 1 നുള്ള് കായപ്പൊടി, 2 ടേബിൾ സ്പൂൺ കടലമാവ് ചേർക്കാം. 1 ടീസ്പൂൺ അരിപ്പൊടി ചേർക്കാം. ഇത് അപ്പത്തിൻ്റെ പൊടിയാണ്, വറുത്ത പൊടി. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂണിൻ്റെ പകുതി മഞ്ഞൾപ്പൊടി, അല്ലെങ്കിൽ 2 നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി. മുളക് പൊടി 1/4 ടീസ്പൂൺ. പച്ചമുളക് ഇട്ടിട്ടുള്ളതുകൊണ്ട് കളറിന് വേണ്ടി മാത്രം കുറച്ച് മുളക് പൊടി ഇട്ടാൽ മതി. പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളകാണ്. ഉടച്ചു വെച്ച ചക്കക്കുരു സവാള കൂട്ടിൽ ചേർത്ത് കൈകൊണ്ട് നന്നായി കുഴയ്ക്കണം. ഇതിൽ ആദ്യം തന്നെ വെള്ളം ചേർക്കരുത്. സവാളയിൽ നിന്നുള്ള വെള്ളം ഇറങ്ങി വരും. വെള്ളം കുറവുണ്ടെങ്കിൽ മാത്രം കുറച്ച് തളിച്ചു കൊടുത്താൽ മതി. ഇതിലിപ്പോൾ കുറച്ച് വെള്ളം കുറവാണ്, അതുകൊണ്ട് കുറച്ചും കൂടി വെള്ളം കൈകൊണ്ട് തളിച്ച് ഒന്നുകൂടി കുഴച്ച് വയ്ക്കാം. ഇവിടെ ബാംഗ്ലൂർ ചക്ക കാശ് കൊടുത്ത് വാങ്ങിച്ചിട്ടാണ് ഇതിപ്പോൾ ചെയ്യണത്. നാട്ടിലിപ്പോൾ ഇഷ്ടംപോലെ ചക്കയുള്ള സമയമാണ്. അതുകൊണ്ട് അധികം ചിലവില്ലാതെ ഒരു വട ഉണ്ടാക്കാം. ഇപ്പോൾ കടലമാവില്ലെങ്കിൽ മൈദ ചേർത്താൽ മതി, മൈദ ഇല്ലെങ്കിൽ ഗോതമ്പ് മാവ് ചേർത്താലും മതി. ചക്കക്കുരു കൂട്ട് വടയുടെ പാകത്തിന് ഷേപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇനി എണ്ണ ചൂടാകുമ്പോൾ വട ഉണ്ടാക്കിയെടുക്കാം. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. വട ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വട ഇട്ട് കൊടുക്കുന്ന സമയത്ത് നേരെ എണ്ണ എനിക്ക് ഇടാണ്ട് ചീഞ്ചട്ടിയുടെ സൈഡിൽ കൂടെ ഇട്ട് വെക്കണം. അപ്പോൾ എണ്ണ തെറിക്കില്ല. വട ഇട്ട ശേഷം തീ കുറച്ച് വയ്ക്കണം. തീ കൂടിപ്പോയാൽ പുറം വശം നന്നായിട്ട് മൊരിയും ചെയ്യും, ഉൾവശം വെന്തിട്ടും ഉണ്ടാവില്ല. വട 2-3 പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇട്ട് നന്നായി മൊരിയിച്ചെടുക്കാം.